ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ കൊടൈക്കനാൽ തന്നെയാണ്. ഇന്ന് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങും. കണ്ടോ, ഇന്നലെ കുഞ്ഞാറ്റം മേടിച്ച സാധനമാണത് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നലെ നിന്ന സെയിം റൂമിൽ തന്നെയാണ്. റൂം മാറി സെയിം ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾ നമ്മുടെ മലയാളി ചേട്ടൻ്റെ. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ചധികം പണികളുണ്ട്. അതായത് നമ്മുടെ തുണികളെല്ലാം ഇതുണ്ട്, രണ്ട് കവർ സാധനമുണ്ട്. ഇത്ര നമ്മൾ മൂന്നാറും അവിടെ ഇവിടെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒന്നും അലക്കിയിട്ട് ഉണങ്ങാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എല്ലാം ഇന്ന് ഉണങ്ങണം. അതേപോലെ നമുക്ക് ഉച്ചക്കത്തേക്കുള്ളതും രാത്രിക്കത്തേക്കുള്ളതും ഇന്ന് കുക്ക് ചെയ്ത് വെക്കണം അല്ലേ? അയ്യോ പാവം, അത് ഉറങ്ങുവാ. കൊച്ചിന്റെ പൊട്ട എങ്ങനെയുണ്ട് ചേച്ചി? അപ്പായി കുത്തി തന്നാന്ന് പറ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാന്ന് പറഞ്ഞേ പറ. രാവിലെ നാണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ തുണി സാധനങ്ങൾ ഇത് നോക്ക്, ഒരു കവർ സാധനമുണ്ട്. ആൻസീൻ്റെ അതിലുള്ളത് ഉണങ്ങാനുള്ളതാണോ? അല്ല, ആൻസീൻ്റെ കഷത്തിൽ എന്താ? അത് എണ്ണ കേട്ടോ, ആൻസി തലയിൽ വെക്കുന്ന എണ്ണയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോവാം. ഇതേ കൊച്ചിൻ്റെ ബേക്കിലൊരു തുണി ഇരിക്കുന്നോ? ഒരു സാധനം മറന്നു പോകരുത്, പിന്നെ നമ്മളിനി കൊടൈക്കനാലിലേക്കില്ല. നല്ല കളർ ഇളകുന്നുണ്ടല്ലേ? ഇത് എൻ്റെ ബനിയനല്ലേ? സ്റ്റുഡിയോ അല്ല, സ്റ്റുഡിയോയിലെ ബനിയൻ. ഒരു ദിവസം ഇട്ട് ഒറ്റ പ്രാവശ്യം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കളർ ഇളങ്ങി. ആ വലുതായി ഇല്ലേ? അപ്പോൾ വെള്ളവും ഇതെല്ലാം എടുത്ത് നമുക്ക് വേഗം പോവാട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് കേട്ടോ. എന്നാ ആൻസി നമുക്ക് രാവിലത്തേക്ക് ഉണ്ടാക്കിയാലോ? മാഗി ഉള്ളൂ? എന്നാ തുണി വിരിച്ചോ, നമ്മൾ വരുമ്പോഴത്തേക്ക് ഉണങ്ങുമോ? ഇല്ലല്ലോ, ഒന്ന് വലിയേ ഉള്ളൂ അല്ലേ? ഇവിടെ രാത്രിക്ക് ഇടാനും പറ്റില്ല, കാരണം എന്താ അറിയോ? തണുപ്പല്ലേ. ആ ഈ നിലത്തിട്ടാൽ മതിയല്ലോ അല്ലേ? ആ എന്നാ നിലത്തേക്ക് കിട്ടോ, പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളൂ. മൊത്തം തുണി നമുക്ക് ടീം ഇട്ടോളൂ. അതൊക്കെ എന്ത് പെട്ടെന്ന് ചെയ്തോളൂ. അവിടെ ഇട്ടോ, അങ്ങനെ തന്നെ. അടിമക്കണ്ണ് അല്ല, എന്തായാലും കൊച്ചി ഇതൊക്കെ പഠിക്കുന്നത് നല്ലതാണല്ലോ. സ്വന്തം തുണിയെങ്കിലും അലക്കി ഉണക്കി എടുക്കാനുള്ളതൊക്കെ പഠിക്കണ്ടേ? ഇന്ന് ആകാശത്തിൻ്റെ ഒക്കെ ഒരു കളർ നോക്കി, ഫുള്ള് മേഘം മൂടിയിട്ട്, മേഘമല്ല അപ്പോൾ നമ്മുടെ തുണിയല്ല ഇവിടെ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് കവറിൽ നിന്ന് എടുത്ത് ആകെ 4-5 തുണി ഉള്ളല്ലോടി. എത്ര ജോഡി ഉണ്ട്? എന്റെ തന്നെ 3 ജോഡി ഉണ്ടോ? എന്റെ 2 ജോഡി. കൊച്ചിന്റെ തന്നെ എത്ര ജോഡി നോക്ക്. അതെ, കൊച്ചിന്റെ പിന്നെ ജോഡികൾ കൂടുമല്ലോ, കൊച്ചിന്റെ കളി അതാണല്ലോ. നമുക്ക് ദോശ കഴിച്ചിട്ട് വരാം അല്ലേ? അയ്യേ തുണി നോക്കി കാണിക്കല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ശരിക്കും എത്ര ദിവസമായെന്നറിയോ? കറക്റ്റ് ഒരാഴ്ചയായപ്പോഴത്തേക്ക് വണ്ടീൻ്റെ ഉള്ളിൽ നല്ല അലമ്പായി കേട്ടോ. ഇനി അതെല്ലാം ഒന്ന് വൃത്തിയാക്കണം. നമുക്ക് എവിടെ നിന്ന് സൈഡാക്കി ഫുള്ളൊന്ന് വൃത്തിയാക്കണം കേട്ടോ. അല്ല അങ്ങനെയല്ല, ഓവർ വൃത്തിയാക്കാതെ പുറത്തേക്കൊന്ന് നോക്കിയാൽ വണ്ടീൻ്റെ നോക്കിയേ, ഫുൾ ചെളി പുളിയായി കേട്ടോ. ഇന്നലെ ആ ചെളിയിൽ താന്ന വണ്ടി ഫുള്ള് ഒന്ന് കഴുകണം നമുക്ക്. ഗ്ലാസ്സിലൊക്കെ ഫുള്ള് ചെളി കേട്ടോ. ഇന്ന് നല്ല വണ്ടികൾ കയറി വരുന്നുണ്ട്. എന്നാൽ പോയാലോ? നമുക്ക് ആദ്യം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം അല്ലേ? ഞങ്ങളിതാ ഇവിടെ തന്നെ കേട്ടോ, ലീ ഗ്രേസ്. ഇന്ന് നമ്മൾ ഇന്നലെ കയറി കടയിലല്ല കേട്ടോ, ഇന്ന് വേറെ കടയിലാണേ. എന്താ വേണ്ടേ? ദോശയാ? ദോശ മാത്രം മതി, ചമ്മന്തി ഒന്നും വേണ്ട. അപ്പോൾ അതെ, ഞങ്ങളുടെ ദോശ നെയ് റോസ്റ്റ് വന്നു കേട്ടോ. വലിപ്പം നോക്കി, ഇതൊരെണ്ണം കഴിച്ചാൽ കഴിച്ച പോലെ ഇരിക്കും ആൻസി. സത്യം പറയാൻ കണ്ടാൽ വലുതായിട്ട് തോന്നും, പക്ഷെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, ചെറുതാന്നായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ തക്കാളി ചട്നി, തേങ്ങ ചട്നി അരയ്ക്കുന്നുണ്ട്, ഇപ്പം തരാമെന്ന്. തേങ്ങ ചമ്മന്തി, ഇനി സാമ്പാറും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു പിടുത്തം പിടിക്കാം രാവിലെ തന്നെ. നീ കൂട്ടണ്ട, പരിപ്പ് കൂട്ടണ്ട, ഞാൻ സാമ്പാർ വെച്ച് കൂട്ടാം അല്ലേ? അങ്ങനെ ഞങ്ങൾ ദോശയെല്ലാം കഴിച്ചു വന്നു. ദോശ നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലേ? പക്ഷെ ദോശയ്ക്ക് ഒരു ഇച്ചിരി മൊരിഞ്ഞു പോയി, വായിൻ്റെ മേളിലൊക്കെ കുത്തി കയറിയിട്ട്.
അങ്ങനെയുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ തുണിയൊക്കെ എന്തായാലും നന്നായിട്ട് ഉണങ്ങും. കാരണം നല്ല സൂപ്പർ വെയിലാണ് കൊടൈക്കനാലിൽ. അപ്പോൾ നമുക്ക് നേരെ ഇനി റൂമിലേക്ക് പോകാം കേട്ടോ. റൂമിൽ ചെന്നിട്ട് അവിടെ ചോദിക്കണം അവരോട്, സമ്മതിക്കുമോ അറിയില്ല. എന്തായാലും നമുക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങളോട് കുക്ക് ചെയ്തോളാം പറഞ്ഞു കേട്ടോ. അപ്പോൾ അരി എടുത്ത് സാധനങ്ങൾ എടുത്ത് മുട്ടക്കറി വെക്കാലടി. ഒരു ഗ്ലാസ് മതിയോ? അര ഗ്ലാസും കൂടി ഇടും, എൻ്റെ തികയില്ല. കുറച്ചും കൂടി ഉണ്ടോ? മതിയോ? അപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് താഴേക്ക് പോകാം. അപ്പോൾ സാധനങ്ങളെല്ലാം എടുത്തു. നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കറി വെക്കാലടി. മറ്റേ ചിക്കൻ മസാല വേണ്ടല്ലോ. അല്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, പിന്നെ എന്തിനാ ഞാൻ ഈ വെളുത്തുള്ളി ഇതാക്കുന്നത്? അത് എൻ്റെ അടുത്തേക്ക് നീ തന്നെ ആക്കുന്നത്. തക്കാളി കൊണ്ടെടുക്കും. ഞാൻ എന്നാൽ അരി കഴിയാലോ? അരി കഴിയട്ടെ. ഭയങ്കര കാറ്റിട്ടോ, അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റി വെച്ചേ. വേണ്ട, അവിടെ ഇങ്ങോട്ട് കാറ്റി വരുന്നുണ്ട് ഇപ്പോൾ. ഉണ്ടോ? അപ്പോൾ നമ്മുടെ ചോറ് അവിടെ വെന്തോണ്ടിരിക്കരുത്. നമുക്ക് ചായ ഒക്കെ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആൻസി ഇവിടെയാണ് ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വെളിച്ചെണ്ണേൻ്റെ കോലം നോക്ക്. ഇത് കരിങ്കല്ലിനേക്കാളും കഷ്ടമായിട്ടോ വെളിച്ചെണ്ണ. അടിച്ചു കൊല്ലാൻ വേണമെങ്കിൽ. അതെ, ഇത് വെച്ച് നമുക്ക് ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി നമുക്ക് ആക്കിയ മുട്ടക്കറിയും കൂടി ആയാൽ നമുക്ക് വേഗം പോവാം അല്ലേ? അപ്പോൾ അതാ ചായയും കൂടി കുടിക്കാം കേട്ടോ. വേണ്ട, ഇവിടെ നല്ല ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഒരേ ഡാൻസ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായി, ചോറ് റെഡിയായി. എല്ലാ സാധനവും എടുത്തില്ലേ? ആ എല്ലാ തുണിയെല്ലാം ഉണങ്ങി ഓടി, എല്ലാം ഉണങ്ങിയില്ലേ? അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? കുഞ്ഞാറ്റ അവിടെ ഇരുന്ന് ഒരേ കളിയാണ്, ഫോണി കളി. ഇതൊക്കെ തന്നെയാണ് അവളുടെ പരിപാടി കേട്ടോ. അതിൽ ഒരെണ്ണം തീരാനായില്ലേടി? ഫുള്ളില്ലേ? ആ, അതാണ് അതിൻ്റെ ഉള്ളിലില്ലല്ലോ മറ്റേതിൻ്റെ. അപ്പോൾ നമുക്ക് മെല്ലെ പോവാം അല്ലേ? അപ്പോൾ അത് ആൻസി നമ്മുടെ സംഭവങ്ങളെല്ലാം സെറ്റപ്പുകളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് ലീ ഗ്രേസ് റെസിഡൻസി. നമ്പർ ഇതാ, വേണ്ടവർ നോട്ട് ചെയ്തോ കേട്ടോ. 98 42 90 82 51. ശരി, ടാറ്റ. നിങ്ങൾ പോട്ടെ. പപ്പ താഴെ ആയിരിക്കും അല്ലേ? ആ, എന്നാ ശരി. അവന്മാരെ കൊണ്ട് പണി എടുപ്പിക്കണല്ലോ അല്ലേ? അപ്പൊ ഞങ്ങള് അവിടുന്ന് പോന്നു കേട്ടോ. അതായത് എന്താ പറയാ അല്ലേ, ഒരു കൂടപ്പുറപ്പിന്റെ സ്നേഹം അത് തന്നെയാണ്. അല്ല, അങ്ങനെയല്ല. പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, നമ്മള് ഇന്നലെ പോയ പൂണ്ടി വില്ലേജ് ഇല്ലേ, അതില് അവിടെ ശരിക്കും എന്താന്ന് വെച്ചാല് നമ്മുടെ കൂടുതലും ഞങ്ങൾ അങ്ങോട്ട് നോട്ട് ചെയ്ത ഒരു വണ്ടി കേരള വണ്ടിയാണ്. അപ്പൊ നമ്മളെ വീഡിയോ, നമ്മള് എന്തിനാണ് പോകുന്നത്? നോ ടു ഡ്രഗ്സ് ആണ്. പക്ഷേ ആ പൂണ്ടി വില്ലേജില് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലഹരി മരുന്ന് ഒരു കൂണാണ്. ആ കൂണ് പച്ചയ്ക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ആ വീഡിയോ കാണിച്ചിട്ടില്ല. അത് നമ്മൾ അതിനെതിരെ പോകുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്യില്ല. പിന്നെ കുറെ മലയാളികൾ പോകുന്നുണ്ട്. അത് എന്തിനു വേണ്ടി അതൊക്കെ പോയി കഴിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. കഴിച്ചു കഴിഞ്ഞാൽ അതിനെ ഇവരെന്തോ എന്താ കിറുക്ക് അല്ല, ഇവിടെയുള്ള ആൾക്കാർ ഇവിടെയുള്ള ആൾക്കാർ ഇതൊരു കിറുക്ക് അങ്ങനെ എന്തോ ഒരു വേർഡാണ് പറയണത്. എന്താണെന്ന് വെച്ചാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ കിറുക്ക് പോലെ ആവുമെന്ന്. അവര് അത് കൃഷി ചെയ്യുന്ന വില്ലേജ് അടിപൊളി സ്ഥലമാണ്. വില്ലേജ് പൊളിയാണ്, പക്ഷെ അങ്ങോട്ടൊന്നും അധികം ആരും പോകണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. നമുക്ക് അതുകൊണ്ടാണ്, ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ലാഗ് അടിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് എന്താ പറയുക, റെസ്റ്റ് കിട്ടുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഒന്ന് പള്ളിയിലൊക്കെ ഒന്ന് പോകണം. ഇവിടെ ഞങ്ങൾ ഒരു പള്ളി കണ്ടു. അപ്പോൾ പള്ളിയിലൊന്ന് ഇറങ്ങണം. അപ്പോൾ ഇറങ്ങിയിട്ട് വരാം അല്ലേ? അപ്പോൾ അതായത് നമ്മൾ ഇറങ്ങുന്ന പള്ളി ഇതാണ് കേട്ടോ. അതായത് ശ്രീനിവാസപുരത്ത് തന്നെ ഉള്ളൊരു ചെറിയ പള്ളി കേട്ടോ. അപ്പോൾ നമുക്ക് പള്ളിയിലൊന്ന് ഇറങ്ങി ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ മെല്ലെ പോവാം കേട്ടോ. ഇത് നമ്മുടെ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു പള്ളിയാണ് കേട്ടോ. ഉള്ളിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് അധികം കാണിക്കാത്ത. അപ്പം പോവാൻ സി ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ കയറിയ പള്ളി. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പോവുകയാണേ. ഇനി നമ്മൾ എങ്ങോട്ടേട്ടേ? ഇനി നമ്മൾ വേളാങ്കണ്ണി ലക്ഷ്യം വെച്ച ഒരേ പോക്കാണ്. വേളാങ്കണ്ണി. കാരണം നമുക്ക് ചെറിയൊരു നേർച്ച കിടപ്പുണ്ട് അവിടെ. ആ നേർച്ച എന്താന്നുള്ളത് എനിക്ക് വേണ്ടി നേർച്ചയാണ് കേട്ടോ. എനിക്ക് സർജറി ഉണ്ടായിരുന്ന സമയത്ത് ചേട്ടായും കൊച്ചും കൂടി നേർന്നതാണ്.
അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മൾ ഈ യാത്ര പോകുമ്പോൾ മുട്ടയടിച്ചിട്ട് പോകാനാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. പിന്നെ ഞങ്ങൾ ഒരു ടൈമിൽ ഞങ്ങൾ പ്ലാൻ മാറ്റി തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് അടിക്കാമെന്ന്. പിന്നെ നമ്മൾ മാതാവിനെ വെറുതെ പരീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇങ്ങനെ പോകുമ്പോൾ മുട്ടയടിക്കുക, എന്നിട്ട് പിന്നെ വേണ്ടാന്ന് പറയുമ്പം മാതാവിനെ പരീക്ഷിക്കുന്ന പോലെ ആവില്ലേ. അത് ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് എന്നെ ഇവിടെ ഇങ്ങനെ മാതാവ് ഇരുത്തിക്കുന്നുണ്ടെങ്കിൽ ഈ നേർച്ചകളുടെയൊക്കെ ഫലം തന്നെയാണ്. അപ്പം നമുക്ക് പോവാം. ഇതെന്താ കുഞ്ഞാറ്റേ? അറിയില്ല അല്ലേ? അതൊക്കെ വലിച്ചു പൊട്ടിച്ചാ നിമിഷ നേരം കൊണ്ട്. സൂപ്പറാണോടി? അതാണ് പ്ലംസ്. പ്ലംഷ് അല്ല പ്ലംസ്. എത്ര രൂപ ഏട്ടീന്? 60 രൂപ. കുരു ഉണ്ടാവും കളയട്ടോ. ആ അതൊക്കെ പിന്നെ എന്തായാലും കൊച്ചിനൊരു ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ. എന്നാ പോമത്തെ നമ്മളങ്ങനെ പോവാണ്. നമ്മള് കൊടൈക്കനാലിനോട് വിട പറഞ്ഞ് നമ്മള് വേളാങ്കണ്ണിക്ക് പോവുകയാണ്. ഞങ്ങൾ പള്ളിയിലേക്ക് കയറാൻ നോക്കിയപ്പോൾ നിറച്ച് വണ്ടികൾ, താഴെ വണ്ടി വെച്ചിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ എന്തോ പ്രോഗ്രാം എന്തോ നടക്കുന്നുണ്ട്. അതിനിപ്പോ എന്താ? ഓ എന്നാ മോശം. ഞങ്ങൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറുക കേട്ടോ. ഉണ്ണീശോയിൻ്റെ പള്ളിയാണ്, കുടത്തേൽ ഉണ്ണി എന്നൊക്കെ പറയും. ആ പള്ളിയാണ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതാണ് പള്ളി. പള്ളിയിൽ നിന്ന് ഇറങ്ങി പള്ളീൻ്റെ ഉള്ളിലേക്ക് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഫോൺ ഉപയോഗിക്കാത്തത്. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഇറങ്ങി. ഇപ്പം കല്യാണം നടക്കുന്നുണ്ട്. എല്ലാ ചിക്കൻ ബിരിയാണീന് വേണം. ഈ ചേട്ടി സമ്മതിക്കണില്ല കയറാൻ. നല്ല ടേസ്റ്റ് ആയിരിക്കും. വിളിക്കാത്ത കല്യാണത്തിനൊക്കെ അവിടെ എന്ത് അറിയോ? അവിടെ ഒരു പൈസ കൊടുക്കണം അവർക്ക്. അവര് നമ്മളെ നാട്ടിലിങ്ങനെ നമ്മളിങ്ങനെ ഒരു ഇതിൽ കൊടുക്കുമല്ലോ. ആ അതിന് ഇവരവിടെ എഴുതാൻ ഒരാൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു 200 രൂപ കൊടുത്താൽ മതിയായിരുന്നു. അവരുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാറുണ്ട്. അതാണ് മെയിൻ. അപ്പൊ വേണ്ട പോവാ. ഇത് കിഴങ്ങാണോ? ഇതോ? ഇത് സബർജില്ലിക്ക. താഴെ കിഴങ്ങ്. ഇത് സബർജില്ലിന്റെ മര. ഇത് അവിടെ സബർജില്ലി എടുക്കുന്നുണ്ടില്ലേ? ഇത് അവിടെ ഇതോ കാഴ്ച എടുക്കുന്നുണ്ടില്ലേ? അറ്റാക്ക് ചെയ്യാം. നിങ്ങൾ ചെല്ല്. ഇവിടെ മര്യാദയ്ക്ക് ഇവിടെ ബിരിയാണി അടിക്കാൻ പോകാൻ പറ്റാത്ത ആളാണ് നിങ്ങൾ. അവിടെ പോയിട്ട് അത് ശരിയാ. ഇതുണ്ടോ ബിരിയാണി? നിനക്ക് വേണമെങ്കിൽ ഞാൻ മേടിച്ചു തരാം. ഉരുളക്കിഴങ്ങ് എനിക്ക് മേടിച്ചു തരാനല്ല, കല്യാണ ബിരിയാണി കഴിക്കാനാണ്. സബർജല്ലിന്റെ മരമാണേ. സബർജല്ലിക്ക് നന്നായി കാഴ്ച കിടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പണി ചെയ്യുന്ന അക്കമാർ അങ്ങ് ദൂരെയായി പോയി. അവർ വിളിച്ചാൽ നമ്മൾ വിളിച്ചാൽ അവർക്ക് കേൾക്കില്ല. എന്തൊക്കെയോ ഉണ്ട്. ആ തോട്ടത്തിൽ കയറിയിട്ടോ. അവിടെ നിന്ന് അക്കാനെ വിളിച്ചു. അക്ക കേട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരെ നടന്നു വന്നിട്ട് ഇതെന്താണെന്ന് ചോദിച്ചത്. ഇതുണ്ടോ? അവരിപ്പോൾ വിളവെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണേ. ഇത് സാമ്പാറിലിടുന്നതെന്ന് പറഞ്ഞു. സാമ്പാറിൽ ഇതെന്താ സാധനം? പീച്ചസ്. എന്താ അതെന്താ സാധനം? ഓ ഇതൊക്കെ ഫ്രൂട്ട്സ് ആട്ടോ. ഈ മരങ്ങളൊക്കെ. പിയറിൻ്റെ മരം അവിടെ ഇരുന്ന് ഞങ്ങൾ അവിടെ നിങ്ങൾ ഓടി ഇവിടെ വന്നു കേട്ടോ. സബർജല്ലി. പിയറല്ല, സബർജല്ലി. ഇതുണ്ടോ? ഇതിലൊക്കെ ഇതുണ്ടോ? ഇതാണ് അവർ പറിക്കുന്ന സാധനം. ആ ഈ സാധനം ഉണ്ട് അല്ലേ? ഇതുണ്ടോ? സാമ്പാറിലിടുന്നത്. ഇതവർ പറിച്ചുകൊണ്ടിരിക്കുക. 2 അക്കമാരും ഇവിടെ 2 അണ്ണനും ഉണ്ട്. ഞങ്ങൾ ഇവരോട് ചോദിച്ചിട്ട് തോട്ടത്തിൽ കയറി. നമുക്കിതുപോലത്തെ തോട്ടത്തിലൊക്കെ കയറാൻ പറ്റുമെങ്കിൽ ഇവിടെയൊക്കെ ആകുമ്പോൾ അക്കാണ്. സബർജല്ലീൻ്റെ മരം. ഞങ്ങൾക്ക് സബർജല്ലിക്ക് പറിച്ച് തരാമെന്ന് പറഞ്ഞേ. ഇതുണ്ടോ? ഫ്രഷ് സാധനമാണ് കേട്ടോ. ഇവിടെയൊക്കെ കുറവാണ്. അപ്പുറത്തൊരു മരത്തിൽ നിറച്ചുണ്ട്. ഇവിടെയൊക്കെ വലുത് കണ്ടോ. നല്ല അവിടെ ഒരു കല്യാണമാണ് കേട്ടോ. അപ്പോൾ അവരോട് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ കല്യാണത്തിന് വന്നതാണ്. ഞങ്ങൾ പറഞ്ഞു കല്യാണത്തിന് വന്നതല്ല, ഞങ്ങൾ പള്ളിയിലേക്ക് വന്നതാന്ന് പറഞ്ഞു കേട്ടോ. ഒരു വിളഞ്ഞതൊക്കെ കുറവാണ് കേട്ടോ. വടി എടുക്കാൻ പറഞ്ഞേ. അപ്പോൾ വടി എടുത്തു കഴിഞ്ഞിട്ട് അന്ന് പറിച്ചു തരാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആ കായ പച്ചക്കറി ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെയൊക്കെ കള കയറിയില്ലേ. ഇപ്പോൾ അവർ വിളവെടുപ്പ് എടുക്കല്ലേ. ആ വേറൊരു സാധനം പറിച്ചിട്ടുണ്ടേ. അത് പറിക്കാൻ പറ്റുന്നത് വടി എടുത്തപ്പോൾ. പീച്ചസ് കണ്ടിട്ടില്ല. ഓ കണ്ടോ? കുരു ഉണ്ടാവും ഉള്ളില്. അപ്പടിയേ സാപ്പിടാന്ന് പറഞ്ഞ കഴിക്കാൻ ഇത്ര. ഇത് എനിക്കും അറിയത്തില്ല, ഞാനും കഴിച്ചില്ല. കഴിച്ചോട്ടെ. ആ പുളിയാവും. എൻ്റെ കൊച്ചിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞങ്ങൾക്ക് അങ്ങ് ഇത് കഴിച്ചു നോക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ? അടിപൊളി. അത് മധുരമുണ്ട്. സൂപ്പറല്ലേ? ഞാൻ താങ്ക് യു പറ.
ഞങ്ങളെ വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചു കേട്ടോ. വീട് അവിടെ എവിടെയായിട്ടാണ്. ഇപ്പൊ അവരിത് പറിക്കാൻ വേണ്ടി വന്നാ കേട്ടോ. വീട്ടിൽ പോവായിരുന്നു. ശരി അക്ക, ബൈ. അവരുടെ മക്കളാണ് കേട്ടോ. എന്തെങ്കിലും പണി മേടിച്ചു കൊടുക്കാനൊക്കെ പറയാ. അവര് കൂടുതൽ എല്ലാം കളിച്ച് നടക്കാൻ തോന്നുന്നു. നമ്മളിങ്ങനെ തന്നെയാണ്, അവർക്ക് അറിയില്ലല്ലോ. ഇവരുടെ മക്കളാട്ടോ. അപ്പോൾ പീച്ചസ് പറിക്കാം. എടി കുഞ്ഞാറ്റെ പോലെ നിക്ക്. കൊച്ചിന് വേണ്ടി ഇവര് പറിക്കാൻ വന്നേ. അതിൽ പഴുത്തതാണെങ്കിൽ നല്ല ടേസ്റ്റ് അടി. എൻ്റെ പഴുത്തിട്ടില്ല. അവിടെ പറിക്കുന്നുണ്ട്. അണ്ണൻ്റെ പേര് ചോദിക്കേ, പേര് ചോദിക്കേ. ഭയങ്കര നാണം കൊച്ചില്. അപ്പോൾ നമുക്ക് മെല്ലെ പോവാട്ടെ. ഇപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് അവിടെ ചെന്നുകൊണ്ട് നമ്മൾ പറിച്ച് തന്നെ പോലും പറഞ്ഞിട്ടില്ല. ചേട്ടന്മാർ നമുക്ക് പറിച്ച് തന്നു. അതാണ് ചോദിക്കാതെ നമ്മൾ വിളിക്കാതെ പോകുന്ന കല്യാണത്തിന് പോകരുത്. അതിന് നമുക്കൊരു വില ഉണ്ടാവില്ല. മനസ്സിലായില്ല? അറിയാണ്ട് നീ അങ്ങനെ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ നമ്മളിവിടുന്ന് പോവാണേ. പയ്യന്മാർക്ക് എന്തോ വിലയായി പോയി. ഒരു വേലയില്ലാത്തവരാന്ന് പറഞ്ഞ നടക്കുവാണ്. എന്തെങ്കിലും ജോലി മേടിച്ചു കൊടുക്കാൻ പുള്ളിക്ക് എന്തോ സങ്കടമായതുപോലെ പോയില്ലേ മുഖത്തൊക്കെ. ഒരു താഴേക്ക് വലിയൊരു നല്ല ഗ്രാമം കേട്ടോ. അവിടെ ഒരു കുഞ്ഞൊരു കുരിശുപള്ളി പോലത്തൊരു പള്ളിയുണ്ട്. പണിയുള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അവരുടെ വീട്ടിൽ പോരും. ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് വരെ അവർ ക്ഷണിച്ചു. തമിഴ്നാട്ടിലുള്ളവർക്കൊക്കെ പിന്നെ നമ്മൾ പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടൊക്കെ പോയിട്ട് നമ്മൾ ഏതെങ്കിലും തോട്ടത്തിലൊക്കെ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ അവരൊന്നും പറയാറൊന്നുമില്ല നമ്മളടുത്ത്. ഫുൾ വെറൈറ്റി സാധനങ്ങളാണേ. ഫുൾ വെറൈറ്റി ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം. ഇത് ഫുള്ള് ഫ്രൂട്ട്സ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് പുള്ളി പറിച്ച് തന്ന സാധനം നമ്മുടെ വെണ്ണപ്പഴം, സ്റ്റാർ ഫ്രൂട്ട്, ഓറഞ്ച്, ആപ്പിള്, സ്ട്രോബെറി, മുന്തിരിങ്ങ, അങ്ങനെ എല്ലാ വിധ. നമ്മുടെ ഇതുണ്ടോ, ഇത് നമ്മുടെ വെള്ള കളറ് പാഷൻ ഫ്രൂട്ടാണേ. ഇതുണ്ടോ, എല്ലാ തരം ഫ്രൂട്ട്സും ഇവിടെ ഉണ്ട്. അതിന് മാത്രമല്ല ഇതുണ്ടോ, ഈ കിഴങ്ങ്, എല്ലാ സാധനവും ഉണ്ട്. നമ്മുടെ വെണ്ണപ്പഴം കണ്ടോ. അപ്പോൾ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടോ വണ്ടി. എന്താ സി ഇതാ ആ കവറിൻ്റെ അടിയിലുണ്ട്. ആ കവറിൻ്റെ അടിയിലുണ്ട്. ഇവിടെ എന്തൊരു ചൂടല്ലേ. പക്ഷേ ഇവമേ അപ്പോൾ അങ്ങോട്ട് മുകളിലേക്കെല്ലാം എന്തായിരിക്കും ചൂട്. ചൂടൊന്നുമല്ല നമുക്കൊരു വിഷയമല്ല. പക്ഷേ പെട്ടെന്ന് നമ്മൾ തണുപ്പത്ത് നിന്ന് മാറിയപ്പോഴേ അതിനി എന്താണെന്നറിയോ, ഈ എതളും മൊത്തം ഇവിടെ കിടക്കും. വണ്ടിക്കകത്ത് അലമ്പാവും അല്ലേ. എന്നാലും അവിടെ ഇരിക്കട്ടെ, അറിയാലോ. നമ്മൾ ടോളിൻ്റെ തൊട്ടടുത്താട്ടോ നിർത്തിയേക്കുന്നത്. അപ്പോൾ ടോളിന് ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മൾക്ക് ചെറിയ ചുരം ഇറങ്ങാനുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ആയിട്ടൊരു ടോളുണ്ട്. ആ ടോളിൻ്റെ അടുത്താണ് ഞങ്ങൾ സൈഡാക്കിയേക്കുന്നത്. ഇവിടെ ഒരാൾ വന്ന് നോക്കുന്നുണ്ടേ. കൊടുക്കാല്ലേ നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. വണ്ടിക്കകത്ത് കയറും, നമ്മളെ കടിക്കുക. മുട്ടക്കറി എന്തി കുഞ്ഞാറ്റനെ തന്നെ നോക്കണേ. ഇപ്പൊ തരാടാ. അപ്പം അങ്ങനെ നമ്മുടെ മുട്ടക്കറി എടുക്കാം ഡാൻസി. എങ്ങനെയുണ്ട് ഡാൻസി? മുട്ടക്കറിയല്ല, മുട്ട റോസ്റ്റാണ്. ഞങ്ങൾ ചോറിൽ ലേശം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി ഇല്ലേലും കഴിക്കാം. പക്ഷെ കൊച്ചിന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഞങ്ങൾ മുട്ടക്കറി ആക്കാനുള്ള കാരണം. അപ്പോൾ എന്തായാലും ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം അല്ലേ. അയ്യോ കുരങ്ങ് പോയോ? പിണങ്ങി പോയി. അതിനൊന്നിനും കൊടുക്കാമായിരുന്നു. നമ്മൾ തരില്ല എന്ന് പറഞ്ഞില്ല, ഇപ്പം തരാന്ന്. ആൻസി അങ്ങനെ ഇരിക്കണേന്ന് നോക്കി വണ്ടിക്കകത്ത് ശമ്പളം പറഞ്ഞിരുന്നിട്ടൊക്കെയാണ് ചോറിനണേ. പക്ഷെ കറി രസമുണ്ട് ആൻസി, ടേസ്റ്റ് ഉണ്ട്. അതെ, ആ വെള്ളം തരാൻ. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് നോക്കിയേ, ഫുള്ള് കുപ്പിച്ചില്ല്, ചില്ലുകുപ്പി കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. എന്തോ നിന്റെ ചെരുപ്പ് ഏതാ വേണമെന്ന് പറഞ്ഞേ? ആ എടുത്തുതരാം. ഇത് ഞങ്ങൾ സബർജല്ലിക്ക മേടിച്ചായിരുന്നേ. ആൻസി ഇത് ചെത്തമ്മ എന്താ പറയണേന്ന് അറിയോ? സബർജല്ലിക്ക തരൂല. അപ്പൊ എന്തായാലും നമുക്ക് വേഗം വിടാം. ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര വണ്ടിയാണ്. ഈ 2 ദിവസങ്ങൾ വന്ന വണ്ടികളൊക്കെ തിരിച്ചു പോകും. അതെ, അതാണ് ഇന്നലെ ആ ഗുണാക്കേവിലൊക്കെ അത്ര ആള്. കാരണം നമ്മുടെ ഹോട്ടൽ എടുത്തപ്പോ ചേട്ടനൊക്കെ പറഞ്ഞില്ല ഇതൊന്നും സീസൺ അല്ലാന്ന്. സീസൺ അല്ല, പക്ഷെ വേറെ കാര്യം ഞാൻ പറയട്ടെ, സീസൺ ആയാൽ നമ്മളെടുത്ത റൂമിനൊക്കെ 2000 രൂപയൊക്കെ ആവുന്നു.
ആണോ? ഇപ്പൊ സീസൺ അല്ലാത്തോണ്ടാണ് നമുക്ക് ഈ 1000 രൂപ കൂടുമായിരിക്കുമല്ലോ. നമുക്ക് 1000 രൂപയ്ക്കല്ലേ. പിന്നെ അവിടെ വേറെ പ്രത്യേകത ഉണ്ട്. ഇപ്പൊ കൊറേ ആൾക്കാരൊക്കെ ആയിട്ട് വരികയാണെങ്കിലേ അവിടെ കുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കുക്കിങ്ങിന് പൈസ കൊടുക്കണം. അതായത് കുക്കിങ്ങിന് വേണ്ടി മാത്രം വരുന്നത്. കുക്കിങ്ങിന് മാത്രം വരുന്നവർക്ക് പൈസ കൊടുക്കണം. നമ്മള് പക്ഷെ അവരുടെ ഗ്യാസയിലാണ് നമ്മള് മുട്ടക്കറിയൊക്കെ വെച്ചത്. നമ്മളോട് ഒന്നും മേടിച്ചില്ല. നമുക്ക് സ്നേഹം, നമ്മളോട് സ്നേഹം, നമുക്ക് സ്നേഹം മാത്രം. നമ്മളും തിരിച്ച് സ്നേഹം മാത്രം. ഇവിടെ വണ്ടി ഫുള്ള് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ബ്ലോക്ക് ആയി കിടക്കുക കേട്ടോ. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നു. അപ്പൊ ഞങ്ങളുടെ വിചാരം എന്താ വെച്ചാ ഈ പോകാനുള്ള എല്ലാം അങ്ങോട്ടുള്ള വണ്ടികളാണ്. പക്ഷെ അതൊന്നുമല്ല, ഇതൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്ന വണ്ടികളാണ്. അതാണ് ഈ ബ്ലോക്ക് കൂടുതൽ. ചെറിയ വഴിയും കൂടി ആവുമ്പോഴേ എന്തോ പാർട്ടി പരിപാടിയൊക്കെ എന്തോ ഉണ്ട് ഇവിടെ. ഇന്നലെ പോയപ്പോ തന്നെയാണെങ്കിൽ ഫുള്ള് ബ്ലോക്ക് ആയിരുന്നില്ലേ. ഇവിടെ ഒരു പാർട്ടി പരിപാടി നടക്കുന്നുണ്ട്. ആരാന്നൊന്നും അറിയില്ല. ആരോ അവിടെ ഭയങ്കര പൊന്നാടിയൊക്കെ എണീറ്റ് ആരാണോ എന്തോ അറിയില്ല. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഫുള്ള് പാർട്ടി പരിപാടിയാണ്. ആരുടെയാണ് എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഇവിടുത്തെ ആരുടെയോ ഏതോ പാർട്ടിയാണ്. നമുക്ക് വലിയ പരിചയമില്ല. തമിഴ്നാട്ടിലെ പാർട്ടികളെ പറ്റി നമുക്ക് വലിയ അറിവില്ല. പാർട്ടി തന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടോ. സിനിമ നടന്നവരൊക്കെ നമുക്ക് അറിയാലോ. സ്റ്റാൻലിനാട്ടോ, സ്റ്റാൻലിൻ്റെ പാർട്ടിയാണിത്. അപ്പോൾ ഇതേതാ പാർട്ടി എന്നൊന്നും നമുക്ക് വലിയ പിടുത്തില്ല. പാർട്ടി അതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എവിടെ ഏതാറിൻ്റെ ആണോ? നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫുള്ള് താഴേക്ക് ഫുള്ള് വ്യൂ ആണ്. അടിപൊളി, ഫുള്ള് മലകൾ. അതിൻ്റെ ആ ഭാഗം കണ്ടറിയാൻ നല്ല വെയിലാണ്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. നമ്മൾ ഈ കൊടൈക്കനാലിൽ നിന്ന് നേരെ പളനി വഴിയാണ് നമ്മൾ ഇറങ്ങുന്നത്. പളനി ചെല്ലാണ്ട് നമ്മൾ പോവാൻ പറ്റുമോ നോക്കൂ. അതായത് നമ്മൾ ഇനി വേളാങ്കണ്ണിക്കാണല്ലോ പോകുന്നത്. ഒറ്റ ക്രോസ് അടി ഇവിടുന്ന് അങ്ങേ മൂലക്ക്. പിന്നെ ആ മൂല വഴി തന്നെയല്ലേ പോകുന്നത് നമ്മള്. ആ മൂല വഴിയാ പോവാ. പോണ വഴിക്ക് ഒരു സംഭവം കണ്ട് നിർത്തിയതാട്ടോ. ആൻസി വന്നില്ല, കാരണം കൊച്ച് നല്ല ഉറക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാമേ. ഇത് കണ്ടോ എൻ്റെ പൊന്നെ. ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പളനി വഴി ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ റൂട്ട് നമ്മൾ യാത്ര ചെയ്യാത്തൊരു വഴിയാണ്. ഓക്കെ, ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നിന്നിട്ട് കാണണം, അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ഓക്കെ, കൊള്ളാം സംഭവം, നല്ല രസമുണ്ട് കേട്ടോ. ആ കാണുന്നതൊക്കെ പളനി ഭാഗങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ഈ ചുരം ഇറങ്ങി ചെല്ലുന്ന നേരെ പളനിയിലേക്കാണല്ലോ. സൂപ്പർ. പാറേൻ്റെ ഒരു ഷേപ്പ് കണ്ടല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ആൻസി, നിനക്ക് നഷ്ടം പറ്റി. പൊളി വ്യൂവാ. ഇതാട്ടോ കൊച്ചി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഞങ്ങൾ അങ്ങനെ നമുക്ക് തുടങ്ങാം അല്ലേ. നല്ല വ്യൂ ആട്ടോ അടിയിലേക്ക്. പക്ഷേ ഇതൊന്നും ഉണങ്ങിയില്ലേടി. ഇത് നമ്മുടെ സ്വപ്നക്കൂടിലെ ഫിലിപ്പോസ് ചേട്ടൻ്റെ വണ്ടി പോലെ ആയിപ്പോയി. ഈ അല്ലാതെ അവിടെ ഇവിടെ ഷഡ്ജൊക്കെ കഴുകി ഉണങ്ങിയിട്ടേക്കുന്നത്. ഇത് കുഞ്ഞിൻ്റെ പാവാടയാണ്, ടൗഷർ. അപ്പം എന്തായാലും നമുക്ക് വിടാം. ഇപ്പൊ നമ്മൾ പോകുന്ന വഴി ഭയങ്കര അടിപൊളിയാട്ടോ. ഇതിന്റെ അപ്പുറത്തേക്ക് വലിയൊരു കൊക്ക, ഈ സൈഡ് മുഴുവനും പാറ. ഇത് നമ്മളിങ്ങനെ കാശ്മീർ പോയ ഒരു ഓർമ്മ അല്ലേ. കാശ്മീരിന് പോകുമ്പോ ഈ താഴേക്ക് മരങ്ങളൊന്നുമില്ല, വലിയ കുത്തനുള്ള കുത്ത് ഇങ്ങനെ പാറ ഇങ്ങനെ പൊട്ടിച്ചു വെച്ചേക്കുന്ന പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഉണ്ട് ഇത് തോന്നുന്നത്. പക്ഷെ ഇതിലും വലുത് നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോ കാണണം. ലഡാക്ക് റൂട്ടൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ. വഴി കണ്ട് ഞെട്ടിക്കിടക്കുക കേട്ടോ. ഈ മാപ്പിൽ കണ്ടിട്ട് ഒരുമാതിരി ഇതെന്തോ പേപ്പറോ അല്ല, മറ്റേ വള്ളി എന്തോ പിച്ചി കീറി വരച്ചിട്ടേക്കുക. ജിലേബി ഇതാക്കിയിട്ടേ നിവർത്തിയിട്ടാണ് എന്ന് പറഞ്ഞാലുണ്ട് വഴി. കൊള്ളാം, പോവാൻ നമുക്ക് എന്തായാലും പോയാലേ പറ്റുള്ളൂ. നമ്മള് എന്തൊക്കെ ആണെങ്കിലും നമ്മള് പോണം. ലഡാക്ക് എത്തുക തന്നെ നമ്മുടെ ലക്ഷ്യം. ഇത്രേ നേരം നമ്മൾ കണ്ടോണ്ടിരുന്ന കുരങ്ങളല്ല കേട്ടോ ഇത്. ചേട്ടാ ഈ ഡോറൊക്കെ തുറന്ന് വല്ലാണ്ട് ഇതിനെന്തോ വാല് കൂടുതൽ എന്തോ അല്ലേ. ഇത് സിംഹവാലം കുരങ്ങ് അങ്ങനെ എന്തോ അല്ലേ, അങ്ങനെന്തോ സാധനമാണ്. ഇഷ്ടം പോലെ അല്ലെ. സിംഹവാലം കുരങ്ങ് അല്ലല്ലോ, ഇത് കരിങ്കുരങ്ങല്ലേ. പക്ഷെ അതിന്റെ വാലിന്റെ നീട്ടം കണ്ടോ, സിംഹവാലം കുരങ്ങാന്ന് തോന്നുന്നു കേട്ടേ.
ആണോ? മറ്റേങ്ങനെ കണ്ടപ്പോ ഒരു പക്ഷെ എന്താ പറയാ നല്ലൊരു രസമുണ്ട് കാണാൻ. പക്ഷെ ഇതിന്റെ മുഖം കാണുമ്പോൾ നമുക്ക് പേടിയാവില്ല. നമ്മുടെ കുരങ്ങന്മാരെ കണ്ടാൽ നമുക്ക് അത്ര പേടിയാവില്ലല്ലോ. നമ്മുടെ വയനാട്ടിലെ കുരങ്ങന്മാരെ ഇതിലെല്ലാം ഈ സെറ്റപ്പാണ്. ടയർ പോലെ. അപ്പൊ നമ്മളിപ്പോ അതിൽ പോയി ഇടിച്ചാലും വണ്ടി തെന്നി അങ്ങ് നീങ്ങുള്ളൂ. അല്ലാണ്ട് അത് പൊട്ടിച്ച് അപ്പുറത്ത് പോവില്ല. അതിന് വേണ്ടി സ്ഥലത്തുണ്ട്. അത് വളവുകളിലാണ് കൂടുതലും വെച്ചേക്കുന്നത്. അതതിനു വേണ്ടിയാ, ടെക്നോളജിയാ അല്ലേ. അങ്ങനെ ഞങ്ങള് ചുരം എല്ലാം ഇറങ്ങി താഴെ എത്തി കേട്ടോ. നല്ല അടിപൊളി റൂട്ട്. പുളിമരങ്ങളാണ്, നല്ല ഭംഗിയാ കാണാൻ. പുളിമരാകുമ്പോ വെയിലും ഉള്ളിലേക്ക് നന്നായിട്ട് വരുവില്ല, കാണാനും നല്ല ഭംഗിയാണ്. ഒരു ചാറ്റൽ മഴയും കൂടി വേണമായിരുന്നു. അതെ, ഇനിയിപ്പോ സമാധാനത്തോടു കൂടി പോവാം. അങ്ങോട്ട് പോകുമ്പോ നല്ല വെയിലായിരിക്കും. അപ്പൊ ആൻസി, നമ്മള് പളനി അമ്പലത്തിൽ പോകുന്നില്ല കേട്ടോ. കാരണം ഞങ്ങൾ ആ ശ്രീലങ്കയ്ക്ക് പോയില്ല, ഞാനും മോസസും കൂടി. അപ്പൊ ഞങ്ങള് പളനി അമ്പലത്തിൽ പോകാൻ വേണ്ടി ചെന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല. നമുക്ക് വീഡിയോ എടുക്കലാണല്ലോ മെയിൻ. അപ്പൊ അതുകൊണ്ട് നീ പോയിട്ടുള്ളതല്ലേ? ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞാനും പോയിട്ടുണ്ട്. നമ്മള് പോയിട്ടുള്ളത് മാത്രല്ല നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മള് വെറുതെ കേറുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് നേരെ വേളാങ്കണ്ണിക്ക് പിടിക്കാം. അങ്ങനെ ഞങ്ങള് പഴനി അമ്പലത്തിന്റെ തൊട്ട് താഴെ എത്തിട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്ക് മേളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണിക്കില്ല. ഉള്ളിലേക്കൊന്നും നമുക്ക് കയറാനും പറ്റില്ലല്ലോ. റോപ്പ് വേ ഒക്കെ വരുന്നുണ്ടോ? 3-4 ഉണ്ട്. അത് താഴേക്ക് ഇറങ്ങി വരുന്ന മേളിലേക്കും കയറി പോകുന്നുണ്ട്. പിന്നെ അപ്പുറത്തൊരു ബസ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഞങ്ങൾ അന്ന് ഞാനും മോസസും കൂടി അതിൽ കയറാൻ വേണ്ടി പോയതാ. അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അന്യമതസ്ഥർ പ്രവേശിക്കരുതെന്ന്. അപ്പൊ പിന്നെ ഞങ്ങള് കേറിയില്ല. നമുക്ക് പോവാം. അല്ല അന്ന് കേറിയില്ല. പിന്നെ അതുമല്ല വീഡിയോയും ഒന്നും എടുക്കാൻ പാടില്ല. അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പാടില്ല. അതിന്റെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാ വേണ്ടാന്ന് വിചാരിച്ചു. അത് ഒട്ടുമിക്ക അമ്പലത്തിന്റെ ഉള്ളിലും പള്ളികളുടെ ഉള്ളിലും എഴുതും വീഡിയോ എടുക്കരുത്. നമ്മളിപ്പോ കേറിയ പള്ളിന്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ആരാധനാലയങ്ങൾ അങ്ങനെ കാണിക്കുന്നത് അത്ര നല്ലതല്ല. അത് അതിന് മുന്നേ നമ്മള് പോയപ്പോ കുഞ്ഞു പള്ളികളാ അത്. പക്ഷെ അതിനകത്ത് ഒരു എഴുതി വെച്ചിട്ടുണ്ട് ഉള്ളിലേക്ക് ഫോണ് ഉപയോഗിക്കരുത്. നമുക്ക് പോവാം, വേളാങ്കണ്ണിക്ക് പോവാം. ഇത് കണ്ടോ, ഒരു മില്ലറ്റിന്റെ തോട്ടാണ്. കോൺ മില്ലറ്റ് എന്ന് പറഞ്ഞ ആ സാധനമാണ്. അപ്പുറത്ത് മൊത്തം ചോള. അപ്പുറത്തെ സൈഡിലേക്ക് ചോളം ഉണ്ട് കേട്ടോ. തെങ്ങും പാടം. നല്ല കുട്ടി കുട്ടി തെങ്ങുകള്, നല്ല കരിക്കും ഉണ്ട്. പോയി പറിച്ചു തന്നാലോ? പക്ഷേ ഇവിടെ അങ്ങോട്ട് മതിലുണ്ട്, വേലിയിട്ടിട്ടുണ്ട്. അങ്ങോട്ട് ചെന്നേച്ചാ അവര് അവിടെ അടിക്കും നമ്മളെ. ഇത് കുറച്ചും കൂടെ വലുതായതല്ലേ. നാലുവരി പാത കയറി ഞങ്ങള് കേട്ടോ. ഇനി അങ്ങോട്ട് കൊറേ 4 വരി പാതകൾ നമുക്ക് കാണാം. കുറച്ച് എണ്ണ അടിച്ചിട്ട് പോയാലോ. അവിടെ ഒരു നായരേട്ടന്റെ പമ്പ് കാണുന്നുണ്ട്. അത് നായര് എന്നല്ല, നയാരാന്നാണ് ശരിക്കും. നമ്മളെല്ലാരും പറയണ നായരുടെ മുമ്പ്. ഏത് നായരാണോ എന്തോ. നമ്മളെങ്ങനെ എണ്ണ അടിച്ചു കേട്ടോ. ലീക്കില്ലാന്ന് തോന്നുന്നു. കയറി വന്നാലേ അറിയത്തുള്ളൂ. ഇവിടെ 102 രൂപ. തമിഴ്നാട് തന്നെയാണല്ലോ. 102 രൂപ തന്നെയാണ് കേട്ടോ. ലീക്ക് ഉണ്ടോ? ലീക്കൊന്നുമില്ല. ഇല്ല. നമ്മുടെ ചേട്ടന്മാരുടെ വർക്ക് എന്തായാലും നല്ല വർക്കാണല്ലേ. അടിപൊളി വർക്കാ. ഒരു തുള്ളി പോലും ലീക്കില്ല. സമാധാനായി. മുന്നിലേക്കുള്ള മല കണ്ടോ? നല്ല ഭംഗിയുണ്ട് കാണാൻ. വണ്ടിയും കുറവല്ലേ? വണ്ടിയും കുറവാ. 2 സൈഡിലും തെങ്ങും തോപ്പും. എടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ ഏറ്റവും കൂടുതൽ തെങ്ങുള്ളത്? എല്ലാരും പറയണത് കേരളത്തിലാണെന്നാണ്. പക്ഷെ നമ്മളിപ്പോ കേരളത്തിൽ കൂടി നടക്കുമ്പോ ഇത്രയൊന്നും കാണുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. തമിഴ്നാട്ടില് വലിയ വലിയ തോട്ടങ്ങളാണ്. കേരളത്തിൽ അത്ര വലിയ തോട്ടങ്ങളൊക്കെ ഉണ്ടോ? കേരളത്തിലുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും വലിയ തോട്ടങ്ങളൊന്നും ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല. വണ്ടി അതുകൊണ്ടല്ലേ, വണ്ടി കുറവായതുകൊണ്ടാണ് ഞാൻ സ്പീഡ് ലൈൻ അങ്ങനെ പിടിച്ചത്. ഏതെങ്കിലുമൊക്കെ വണ്ടി വരുമ്പോ മാറ്റി ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്ന ബുദ്ധി നമുക്ക്. നമ്മൾ ഈ 60 തന്നെ ഇങ്ങനെ പോകുമ്പോഴേ സ്പീഡിൽ വരുന്ന വണ്ടിക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇപ്പൊ സമയം എന്താ ഞാൻ 9 മണിയായിട്ടോ. 9 വരെ ഞങ്ങൾ ഓടി. ഇപ്പൊ സമയം ഞങ്ങൾ ഇന്ന് മൊത്തം ഒരു 200 കിലോമീറ്റർ ഓടി എത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളിന്ന് അവിടുന്ന് പോകുന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയി. നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പോകുന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടോ. 1-2 പമ്പിൽ അന്വേഷിച്ചു, രക്ഷയില്ല, ആരും സമ്മതിച്ചില്ല. ലാസ്റ്റ് ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പിൽ വന്നു. അപ്പോൾ അവിടെ കിടന്നോളാൻ പറഞ്ഞു. കൂടുതൽ നമുക്ക് HB പമ്പിലാണ് സമ്മതിക്കാത്ത. അത് കഴിഞ്ഞ ട്രിപ്പിന് നമ്മളെ അങ്ങനെ സമ്മതിക്കില്ലായിരുന്നു കേട്ടോ. സമ്മതക്കുറവാണ്, മനസ്സമ്മതമില്ല അവർക്ക്. അതെ,
അപ്പോൾ ഇന്ന് നമുക്ക് ആകെ ചിലവ് വന്നേക്കുന്നത് എന്താ? നമ്മൾ രാവിലെ ചായ കുടിച്ചു, 1000 രൂപയ്ക്ക് എണ്ണ അടിച്ചു, രാവിലെ ഒരു 180 രൂപയുടെ ചായ കുടിച്ചു. അതോടെ ഇന്നത്തെ ചിലവ് നമ്മുടെ കഴിഞ്ഞു. ആ, അതൊക്കെ നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് തന്നെ കേട്ടോ. അപ്പോൾ അത് ഒന്നിനും പുറത്തുനിന്ന് ഒരു സാധനം മേടിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ആ, കൊച്ചിന് ഇത് നമ്മുടെ സബർജില്ലിക്ക 100 രൂപ, മറ്റേത് പ്ലംസ് അതിന് 60 രൂപ. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചിലവ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി കുളിക്കണം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. കുഞ്ഞാറ്റ് ഇവിടെ എഴുതി പഠിക്കുവാണ്, ABCD ഒക്കെ പഠിക്കുവാണ്. അപ്പോൾ നാളെ ഞങ്ങൾ നേരെ വേളാങ്കണ്ണിക്കാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങൾ പുതിയ വീഡിയോയിൽ വരുന്നതായിരിക്കും, പുതിയ കോലത്തിൽ. അതെ, അപ്പോൾ ബൈ.